അപ്പൊ ഇനി നമുക്ക് സിനിമയിലോട്ട് വരാം. ഇപ്പൊ നിങ്ങളാണെങ്കിലും പുതിയ പുതിയ ഒരു എന്താ പറയാ കുറെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും പിച്ച് വെച്ചിട്ട് വരുമല്ലേ. അപ്പൊ നിങ്ങക്ക് ഒരു സിനിമാ ലോകത്തേക്ക് വന്ന ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെയുള്ള മൊത്തത്തിൽ സിനിമാ ലോകം? നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ തന്നെ ഉള്ളിലേക്ക് വരുമ്പോഴും എന്ന് തോന്നിയിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ ഒരു അങ്ങനെ ഒരു ഗുരുക്കന്മാരില്ലാത്തൊരു അതായത് അങ്ങനെ ഒരു ഇതില്ല നമ്മുടെ കുടുംബത്തിൽ. നമ്മൾ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വന്ന് സിനിമയ്ക്ക് വേണ്ടി ഒരു പ്രൊഡ്യൂസർ ഉണ്ടാക്കി അങ്ങനെ സിനിമ ചെയ്തു വന്നവരാണ് ഞങ്ങളൊക്കെ. അല്ലാതെ നമ്മൾ ചാൻസ് ചോദിച്ച് എത്രയോ സ്ഥലങ്ങളിൽ പോയി നമ്മൾ പെർഫോം ചെയ്തിട്ടുണ്ട്, എത്രയോ ഓഡീഷൻ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്, എത്രയോ കോർഡിനേറ്റർമാരുടെ കാല് പിടിച്ചിട്ടുണ്ട്. ഈ കോർഡിനേറ്റർമാരുടെ കാല് പിടിച്ച് കഴിഞ്ഞ് ഇവരുടെ കൂടെ നമ്മൾ ചെന്നാലും നമ്മൾ പിന്നീട് അറിയുന്നത് ഇവരും സിനിമ ആഗ്രഹമായിട്ട് വന്ന ആൾക്കാരാണ്. ഇത് ആർക്ക് ചാൻസ്? അങ്ങനെയല്ല, നമ്മളൊരു ക്യാരക്ടറിലൂടെ വന്ന് നമ്മളൊരു സിനിമയിലൂടെ വന്ന് ആ സിനിമയിലെ ക്യാരക്ടർ കണ്ട് ഇഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു ഡയറക്ടർ വിളിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള സുഹൃത്ത് ബന്ധങ്ങളിൽ വരുന്ന സിനിമകളിലൊക്കെ ചിലപ്പോൾ വരാം, ചിലപ്പോൾ വരാനും ചിലപ്പോൾ ഭാഗ്യമുണ്ട്. ഇതിലൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ബിനിയുടെ ഒരു അനുഭവം എൻ്റെ അടുത്ത ദിവസം പറഞ്ഞു. ബിനി ഒരു പടത്തിൽ അഭിനയിച്ചായിരുന്നു, പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ഒരു വേഷത്തിലല്ലേ ബിനി. അതിനെ പറ്റി കാരണം കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞൊരു സിനിമയില്ലേ, ഒരുപാട് സങ്കടം വന്നൊരു പടം ഉണ്ടല്ലോ, ആസിഫ് അലിയുടെ അനിയൻ നായകനായിട്ടൊരു പടം ഉണ്ടായിരുന്നു. അത് കാമുകി എന്ന് പറഞ്ഞൊരു പടം, അല്ല കാമുകിയല്ല, ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞൊരു പടത്തിൽ നിന്ന് നമ്മുടെ സീൻ ഫുള്ള് കട്ട് ചെയ്ത് പോയി. അതേപോലെ തന്നെ കാറ്റെന്ന് പറഞ്ഞൊരു മൂവിയിൽ നിന്നും അത് അത് ഭയങ്കര കഷ്ടപ്പെട്ട് ചെയ്ത മൂവിയാണ്. അത് കൈയൊക്കെ പുറകിൽ കെട്ടി വെച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വന്ന ഒരു മിനി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട് പാലക്കാടുള്ള പുള്ളിക്കാരത്തിയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഫുഡ് വരെ വാരി തന്നത്, ഡ്രസ്സ് ഇടാൻ സഹായിച്ചത്. പക്ഷേ എൻ്റെ കൈ മരവിച്ചു പോയി കെട്ടിയിട്ടിട്ട്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സീന് നമ്മൾ വലിയ പ്രതീക്ഷ, ഞാൻ എല്ലാവരോടും പറഞ്ഞു പടം ഇറങ്ങോട്ട് എല്ലാവരും പോയി കാണണമെന്നൊക്കെ പറഞ്ഞപ്പോഴില്ലേ ഞാനാണെന്ന് പോലും ഒരു മനുഷ്യനെ അറിയാൻ പറ്റത്തില്ല. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പടങ്ങളുണ്ട് ഇങ്ങനെ. ഞാൻ ഒരു 16-17 അങ്ങാണ്ട് മൂവി ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറേ പടം റിലീസായിന്ന് എഡിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, റിലീസാവാതെ ഉണ്ട്, പകുതിക്ക് വെച്ച് നിന്ന് പോയതുണ്ട്. പിന്നെ എൻ്റെ ഒരു സീനും കട്ട് ചെയ്യാതെ വന്ന പടമാണ് ഇപ്പം ഈ അടുത്തിറങ്ങിയ ദയാഭാരതി. അത് നമ്മുടെ പട്ടണം റഷീദിക്ക സാറിൻ്റെ കെയർ ഓഫ് ആയിരുന്നു. അദ്ദേഹത്തെ ഞാൻ 19-ാം നൂറ്റാണ്ട് വിനയൻ സാറിൻ്റെ പടത്തിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്തായിരുന്നു, നായികയുടെ കൂട്ടുകാരിയായിട്ട്. അവിടെ വെച്ചിട്ട് പരിചയപ്പെട്ടതാണ്, അങ്ങനെ കിട്ടിയ വർക്കാണ്. അപ്പോൾ എനിക്ക് വിനയൻ സാറിൻ്റെ ചാലക്കുടിക്കാരൻ ചങ്ങാതി, പിന്നെ നാദിഷിക്കയുടെ മേരാന ഷാജി, പിന്നെ 19-ാം നൂറ്റാണ്ട്, പിന്നെ ദയാഭാരതി. പിന്നെ ഞാൻ വന്ന സമയത്തുള്ള പടങ്ങളുണ്ട്, അതും നല്ല വേഷം തന്നെയായിരുന്നു. പക്ഷേ അത് അധികം ഓടിയില്ല. വളരെ ചുരുക്കം പടത്തിൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഒരുപാട് പടം ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഒരു വർക്ക് ചെയ്താൽ മതി. ഇപ്പം എൻ്റെ അടുത്തിടെ റിലീസ് ചെയ്യാൻ പോകുന്ന 5-ാം നാൾ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ മൂവി, അതിനകത്ത് എന്നാത്താം കേസോടിലെ ഷുക്കൂർ വക്കീലുണ്ടായിരുന്നു. പുള്ളി ഒരു പടം ചെയ്തിട്ട് ഹിറ്റായ വ്യക്തിയാണ്. പക്ഷെ ഞാൻ 16-17 മൂവി ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയണം എല്ലാവരോടും, മനസ്സിലായോ? അഭിമാനം തോന്നി. ഞാനാ നോക്കിയപ്പോ അഭിമാനം തോന്നി. ഞാനേലും പടം കാരണം ഞാനേലും വരെയെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു ആഗ്രഹമാണ്. ഞാനാ മാസ് ബിനിയുടെ പടം അല്ല, പൊതുവെ ഇപ്പം നമ്മൾ പറയും ആഗ്രഹിച്ച് ചെയ്തൊരു കഥാപാത്രം. പലപ്പോഴും ഇത് ഇപ്പൊ ബിനിക്ക് വന്ന പോലെ ഒരു അനുഭവം ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ ആഗ്രഹിച്ച് ചെയ്ത് കാത്തിരുന്നിപ്പോ വലിയ സ്ക്രീനിൽ കാണാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് കട്ടായി പോകുന്ന. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ശരിക്കും അത് ഈ സിനിമയുടെ സൈഡിലത്തെ ആൾക്കാരും അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അത് കൺസിഡർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഈ എന്തായാലും അത് കഷ്ടപ്പെട്ട് അവർ അഭിനയിച്ചല്ലേ, ചെറിയ സീനെങ്കിലും വെക്കാം എന്ന് അവർ കൺസിഡർ ചെയ്യണം തോന്നിയിട്ടുണ്ട്? പിന്നെ തീർച്ചയായിട്ടും ഒരു പടം ഇപ്പൊ ഞാൻ പറഞ്ഞ ചുമ്മാ പറഞ്ഞ കേട്ടോ, നമ്മളെ പോലെയൊക്കെ ഉള്ള ഇപ്പൊ അഭിലാഷ് ചേട്ടനെ പോലെയുള്ള ഒരു കലാകാരൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഇപ്പൊ പുള്ളിക്കാരനെ പോലെയുള്ള നമ്മളെ പോലെയൊക്കെ ഉള്ള കലാകാരന്മാർ ഒരുപാട് പേരുണ്ട്. ഒരു പടം ഇറങ്ങുമ്പോൾ എന്തോരം ക്യാരക്ടറുണ്ട്, എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ആ സാധനം നമുക്ക് അങ്ങനെ ചെയ്യാലോ. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതിന് നമ്മൾ പോയി പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പോയിട്ട് ഓഡീഷനിലൊക്കെ പങ്കെടുത്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ റിപ്ലൈ കിട്ടാറൊന്നുമില്ല. ചെയ്യാറ് എന്താ അതിനകത്ത് നടക്കുന്നതെന്ന് ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു സങ്കടാവസ്ഥ പറയാനുണ്ട്. ശരിക്കും ഞാൻ കരഞ്ഞു പോയ അവസ്ഥയാണ്. നഹാസ് അദ്ദേഹത്തിന്റെ പടമാണല്ലോ RDX. പിന്നെ നഹാസ് എന്റെ സുഹൃത്താട്ടോ. അപ്പൊ ഞാൻ എന്താ സംഭവം അതുപോലെ നല്ല ഞാൻ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ വിളിക്കുമ്പോൾ പുള്ളി പറയും ഷൂട്ടിലാട്ടോ, ഞാൻ പടം വരുമ്പോൾ സപ്പോർട്ട് ചെയ്യും. അന്ന് ഞാൻ റിവ്യൂ ഒന്നും പറയില്ലാത്ത ഒരാളാണ്. അലിൻ ജോസ് എന്തോ പടത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എനിക്കൊരു വേഷം കിട്ടിയത്. വേഷം എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ ഫൈറ്റ്, ആ പടം എല്ലാവരും കണ്ടാണല്ലോ.
എല്ലാവരും കണ്ട ആർഡിയസ് പടം കണ്ടത്. ലാസ്റ്റത്തെ ഫൈറ്റില് എന്റെ കയ്യിൽ നിന്ന് താഴേക്ക് കത്തി ചാടുമ്പോൾ കുനിഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുന്ന സീൻ മൊത്തം ഉണ്ട്. എന്റെ ഫേസ് അവിടെ കത്തി ഇങ്ങനെ കയറ്റിയിട്ട് ഞാൻ ലാൽ സാറിനെ ഇങ്ങനെ നോക്കണ സീൻ വരെ ഉണ്ടായിരുന്നു. കത്തി താഴേക്ക് കടന്ന് എടുത്ത് വെക്കുന്നു, ഇങ്ങനെ നോക്കുന്നു, അത്ര സീൻ ഉണ്ടാകും. അപ്പൊ ഞാനത് ഉണ്ടോന്ന് പറയാൻ വേണ്ടി ക്യാമറമാൻ പയ്യനോടൊന്ന് കാണിച്ചു തരാന്ന് വെച്ചാൽ പുള്ളി എല്ലാം കാണിച്ചു തന്നെ. ഈ പടം വന്നപ്പോ അതില്ല, കത്തി താഴേക്ക് കാരണം ഇത്ര പാവുള്ളൂ. അപ്പൊ ഞാൻ ആർട്ടിസ്റ്റിലുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ എല്ലാവരും പറഞ്ഞോണ്ട് കൊടുക്കുക. ഇപ്പൊ ബിനി പറഞ്ഞ പോലെ ഞാൻ എല്ലായിടത്തും പറഞ്ഞു അല്ലെ പടത്തിലുണ്ടെന്ന് പറയാ. ഇത് ഇല്ല, കാരണം ആ സിനിമ ഉണ്ടല്ലോ ഭയങ്കര വിജയമായി പോയി ആർട്ടിസ്റ്റ്. ഇപ്പൊ നമുക്കത് പടം ആരെങ്കിലും കണ്ടില്ലെങ്കിൽ നമുക്ക് അത്ര ടെൻഷൻ ഉണ്ടാവും. അങ്ങനെ വിജയിച്ചൊരു പടം എനിക്കുണ്ട് കേട്ടോ. പക്ഷേ അത് ജയ അതാ പടരുത്. അതിന് ഇൻട്രൊഡക്ഷൻ സീനിൽ ഞാനാ വരുന്നത്. ബേസിലിന്റെ പടം നല്ല ഹിറ്റായ പടം. ഞാൻ എല്ലാരോടും പറഞ്ഞു ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ എന്റെ സീൻ തന്നെ. പക്ഷെ ഞാനാണെന്നൊരു മനുഷ്യനറിയില്ല. നമുക്ക് ചില പടം നമ്മള് പേയ്മെന്റ് ഇല്ലാതെ ചെയ്തിട്ടുണ്ട്, പേയ്മെന്റ് കുറച്ച് ചില പടത്തിൽ നമുക്ക് കിട്ടാനുണ്ട്. നമ്മൾ വീട്ടിൽ അരി മേടിക്കാനായിട്ടാണ് നമ്മൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ലോണും കാര്യങ്ങളെല്ലാം നമുക്കുണ്ട്. പക്ഷെ അതല്ല, നമ്മളൊരു പടം ചെയ്ത് ആ ഒരു ക്യാരക്ടർ ക്ലിക്കായാൽ നമുക്ക് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇങ്ങോട്ട് അവരറിഞ്ഞു തരും. പക്ഷെ അതുമില്ല, സീനും ഇല്ല എന്ന് പറയുമ്പോഴില്ലേ നമുക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ പൈസ ഇപ്പോഴും കിട്ടാതായിട്ടുള്ള, ഇപ്പോഴും കിട്ടാനുണ്ട്, അങ്ങനെയൊക്കെ അനുഭവമുണ്ട്, നല്ല അനുഭവമുണ്ട്. ചോദിക്കാറില്ലേ? അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അവര് തരാന്ന് പറയും. ഇപ്പൊ ഓൾറെഡി ഗൂഗിൾ പേ വന്നേക്കണോണ്ട് ഗൂഗിൾ പേ ചെയ്യാന്നൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ ഇപ്പോഴും നമുക്ക് കിട്ടാനൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അതല്ല, അപ്പൊ നമുക്ക് ആ പടം റിലീസായി നമ്മുടെ സീൻ വരുമ്പോൾ നമുക്ക് അടുത്ത പടത്തിൽ എന്തായാലും നമുക്ക് അതിനേക്കാളും നല്ലൊരു പേയ്മെൻറ്റ് വർക്കോ അല്ലെങ്കിൽ നല്ലൊരു ക്യാരക്ടർ നമുക്ക് കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ ക്യാരക്ടർ, അതിപ്പോൾ ഒരു സീനാണെങ്കിൽ ഒരു സീൻ ക്യാരക്ടർ കിട്ടിയാൽ നമ്മൾ പോയി ചെയ്യാന്നുള്ളതാണ്. നമ്മൾക്ക് എനിക്ക് ഒരു ക്യാരക്ടർ എന്ന ആ ഒരു ഇതിൽ എനിക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യും. ഞാൻ വലിയ ആർട്ടിസ്റ്റൊന്നും അല്ല, എങ്കിലും ഞാൻ ചെയ്യും. പക്ഷെ നമുക്ക് ഓരോ പടം ചെയ്യുമ്പോഴും ഇല്ലേ നമുക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ 2017 മുതൽ ഇൻഡസ്ട്രിയിൽ വന്നതാണ്. കോമഡി സൂപ്പർ നൈറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്തിട്ട് ഞാൻ കലാഭവനിൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. അവിടെ നിന്ന് ഞാൻ വന്നതായിരുന്നു. ഫിലിം കമ്പനി സ്റ്റാഫായിരുന്നു കുറേ വർഷം. ഇപ്പോൾ കമ്പനി ചെന്നൈയിലോട്ട് പോയതുകൊണ്ടാണ് സ്റ്റെപ്പ് വെച്ച് തന്നെ. പക്ഷേ ഇപ്പോഴും എൻ്റെ 2-3 പടം, ഇനി കൊമ്പൻകൊല്ലിമന എന്ന് പറഞ്ഞൊരു പടം റിലീസാവാൻ കിടക്കുന്നുണ്ട്. അതിനകത്തൊരു നായികയാണ്, അത് മീരൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്. പിന്നെ 5-ാം നാൾ വെള്ളിയാഴ്ച, അത് ബിനു എന്ന് പറഞ്ഞൊരു ഡയറക്ടറിൻ്റെയാണ്. പിന്നെ വേറൊരു പടമുണ്ട്, ആ പടത്ത് എബ്രാഹാം എന്ന് പറഞ്ഞൊരു ക്യാമറാമാനാണ് അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ ഈ 3 പടമാണ് ഇനി ഉടനെ റിലീസാവാനുള്ളത്. പക്ഷേ മറ്റേ പടത്തിൻ്റെ പേര് എനിക്കറിയില്ല, എബ്രാഹാം സാറിൻ്റെ പടത്തിൻ്റെ പേര് അന്നേരം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഇനി എൻ്റെ ഒരു പ്രതീക്ഷ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പിന്നെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നഗാസാർ അങ്ങനെ ഒരു നഗാസാർ പറഞ്ഞതെന്ന് വെച്ചാൽ അറിയോ, ഞാൻ പോലും അറിഞ്ഞില്ല അഭിലാഷ എന്നാ പറഞ്ഞത്. കാരണം എഡിറ്റ് ചെയ്തവർ കാണിച്ചാന്ന് പറഞ്ഞു. അസോസിയേറ്റ് ഡയറക്ടറാണ് പറഞ്ഞത് സോറി പറഞ്ഞു, അടുത്ത പടത്തിൽ എന്തെങ്കിലും വേഷം ചെയ്യണമെന്ന് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറഞ്ഞു തന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സിനിമയുടെ വിജയം എന്ന് പറഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു വലിയ നടനോട് ഒരിക്കലും ഡയറക്ടർ വെച്ചെടുക്കണം നമ്മൾ കണ്ടിട്ടുണ്ടോ? ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് തന്നെ ഒരാൾ അവിടെ നിന്നിട്ട് എന്തെങ്കിലും സംസാരിക്കണേ, നീക്ക് എന്തിനാണോ വന്നെ മാറിക്കളാ അല്ലെങ്കിൽ അങ്ങോട്ട് മാറുക എന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു ഇത് പറയും. അപ്പോൾ കഷ്ടപ്പെട്ട വെയിൽ കൊണ്ട് അഭിനയിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് ഇവർ. സത്യം പറഞ്ഞാൽ വരുന്ന ചിലവർ അഭിനയമോഹം കൊണ്ട് തന്നെയല്ല, ചിലവര് പൈസക്ക് അതുകൊണ്ടായിരിക്കും വീട്ടിലേക്ക് കുട്ടികൾക്കുള്ള ഫുഡോ കാര്യങ്ങളോ വീട്ടിലേക്കൊക്കെ വാങ്ങണം. അല്ല ചിലവരെന്താ പറയുമ്പോ നല്ല റോള് കിട്ടി സിനിമയിലൊക്കെ ഉള്ള പ്രവേശനം ഒന്നും പറഞ്ഞ് വരുന്നവരും ഉണ്ട്. അല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഈ കാര്യം പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പൈസ കിട്ടണമെന്ന് പറയുമ്പോൾ ഗൂഗിൾ പേ ചെയ്യാന്ന് പറയും. ഈ ഗൂഗിൾ പേ ചെയ്യണമല്ലോ ചിലമാരുണ്ടല്ലോ 2 ദിവസം കഴിയുമ്പോൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവരെ വിളിക്കുമ്പോൾ ഒരു ഫോൺ എടുക്കത്തില്ല. കാരണം പല ഗ്രൂപ്പുകളിലും ഞാനുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പിൽ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ഇതുള്ള. അതിൽ ചിലവർ കരഞ്ഞുകൊണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചില ചേച്ചിമാര് ഞാൻ അവിടെ പോയി നിന്ന് വണ്ടിക്കാശ് ഇല്ലാണ്ട് ഞാൻ വന്ന അവസ്ഥ അറിയോ, ഈ പുള്ളിയോട് ഒന്ന് ഇട്ട് തരാൻ പറയാന്നൊക്കെ പറയും. ആ ഗ്രൂപ്പിൽ ആ വ്യക്തി ഉണ്ട്, ആ മെമ്പർ ഉണ്ട്, എന്നാലും ഇവരൊന്നും മൈൻഡ് ചെയ്തില്ല. അപ്പൊ ഇതൊക്കെ ഭയങ്കര മോശമായ കാര്യമാണ്. വിനയൻ സാറ് വന്ന് ചോദിക്കും പൈസ കിട്ടിയോ, അവരോട് പറയും. അങ്ങനെ ഒരു ചോദിക്കുന്ന ഒരു ഡയറക്ടറായിട്ട് എനിക്ക് സാറിന് പിന്നെ ഈ കാര്യത്തിനോട് യോജിക്കണ്ടോ? അന്നന്ന് കൊടുക്കുക കൂലി 100 രൂപയാണെങ്കിലും പോകാൻ നേരത്ത് കൊടുക്കുക, അതിനോട് യോജിക്കണ്ടോ? എത്ര ആയിക്കോട്ടെ 100 രൂപയാണെങ്കിലും ഇല്ലേക്കാ ഒരു പണി കഴിഞ്ഞാൽ എങ്ങനെയാ കൂലിയപ്പോ തന്നെ കൊടുക്കുമല്ലേ? കാരണം അവർക്ക് 100 രൂപ കാര്യമുള്ള, അല്ലാണ്ട് നാളെ തരാം അടുത്ത ആഴ്ച അവിടെ പേയ്മെന്റ് ഇട്ട് തരാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് പ്രതീക്ഷ ആയിരിക്കും തന്നെ. ചിലപ്പോൾ കടം വീട്ടിന്റെ അടുത്തുനിന്ന് പൈസ കടം വാങ്ങിക്കൊണ്ടായിരിക്കും തന്നെ. അപ്പൊ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ കിട്ടുമ്പോഴേ നമുക്ക് ഇതുവരെ എങ്ങനെയാ ഒരാഴ്ച കഴിയുമ്പോൾ ഇടാം ഇതിൽ വരട്ടെ നിങ്ങളുടെ ഇത് ബാങ്കിന്റെ ഡീറ്റെയിൽസാ പറഞ്ഞ ഒരു അർത്ഥമില്ല. ചിലപ്പോൾ ഈ പറഞ്ഞ സംവിധായകരെ പ്രൊഡ്യൂസർമാരെ ഈ കാര്യം അറിയുന്നില്ല.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പറഞ്ഞ ചിലപ്പോൾ ഇന്ന് തന്നെ പൈസ കൊടുത്തരെന്ന് പറഞ്ഞിട്ടായിരിക്കും അവര് പോണത് അല്ലേക്കാ. പക്ഷെ ഇതൊന്നും അറിയാണ്ട് പാവങ്ങൾ ശരി 8 പേരുള്ളിൽ ഒന്ന് ജയിലിൽ പോകും. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് വണ്ടി എടുത്ത് തന്നെ റൂമൊക്കെ അവർ സ്വന്തമായിട്ട് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ വണ്ടി വിടും, അല്ലെങ്കിൽ നമുക്കുള്ള ട്രാവൽ എക്സ്പെൻസ് അവർ തരും, നല്ല റൂം നമുക്ക് തരും. പക്ഷേ അവർക്ക് നമ്മളെക്കാളും പേയ്മെൻറ്റ് കുറവുമാണ് കിട്ടുന്നത്, മനസ്സിലായോ? അപ്പോൾ അത് കൊടുക്കാനുള്ള ഒരു ഇത് വേണമെന്നാണ്. കാരണം എനിക്ക് അങ്ങനെയുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ടൊവിനൊക്കെ എന്ന് പറഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റ് വന്നാണ്, ജോയിച്ചേട്ടൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അവരൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് സിനിമയിലേക്ക് വന്നതെന്ന് പറയാൻ ടൊവിനോയും ജോയിച്ചുണ്ടാക്കിയാലും കഷ്ടപ്പെട്ട് വന്നവരുണ്ട് ഈ ഫീൽഡിലായിട്ട് ഇല്ലേ, ഒരുപാട് പേരുണ്ട്. ഞാൻ ബിനി പറഞ്ഞ ഞാൻ കോമഡി സ്റ്റാർസിൽ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റാണ്. കോട്ടയം സോമരാജനല്ലേ, കോട്ടയം സോമരാജനാണ് എന്നെ അതിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹം ഇപ്പം ഇല്ല, അദ്ദേഹം മരിച്ചുപോയി, പ്രണാമം അർപ്പിക്കുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ KSRTC സ്റ്റാൻഡിൽ കിടന്ന് നേരം വെളുപ്പിച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം നമുക്ക് റൂം എടുക്കാനുള്ള പൈസയില്ല. അപ്പം അങ്ങനെ ഒരു ദിവസം ഞാൻ KSRTC സ്റ്റാൻഡിൽ കിടക്കേണ്ട സുമേഷ് എന്ന് പറഞ്ഞ പോലീസുകാരുണ്ട്. സുമേഷ് എന്ന് പറഞ്ഞ തിരുവനന്തപുരത്ത് പോലീസുകാരനാണ്. പുള്ളി ശിവമുരളി എന്ന് പറഞ്ഞ ആളുണ്ട് കോമഡി സ്റ്റാറിൽ. പുള്ളിയുടെ സ്കിറ്റിൽ ഇടയ്ക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ പുള്ളി കണ്ട പറഞ്ഞു, എന്നെ കണ്ട പോകുന്നിട്ട് പറഞ്ഞു, എന്താണ് അഭിലാഷ് ഇവിടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നാളെ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞു. അതെന്താ ഇവിടെ കിടക്കണേ? ഞാൻ പറഞ്ഞല്ല റൂമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു കിട്ടിയില്ലാന്ന്. അയ്യോ അത് മോശമല്ല എന്നിട്ട് പുള്ളി സുമേഷ് സാർ ആ വ്യക്തി വിളിച്ചുകൊണ്ട് പോയി ആ സാറ് എനിക്ക് റൂം എടുത്തു തന്നു. അപ്പം എന്നാ പറയാ, അന്ന് മാത്രം നമ്മളെപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന ശരിയല്ലോ. അപ്പോൾ അതായത് വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്ക് ഞാൻ നോക്കുമ്പോൾ ഏഷ്യാനെറ്റ് പല റൂമ് കാര്യങ്ങൾ എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ആൾക്കാർ ഇപ്പോൾ നാളെ ഞാൻ എന്തെങ്കിലും ആയി തീർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് റൂം കിട്ടുമായിരിക്കും. ഞാൻ ഈ അഭിലാഷ് ഏട്ടനെ ഞാൻ പറഞ്ഞല്ലോ വർഷങ്ങൾക്ക് മുന്നേ പരിചയമുള്ള ആളാണ്. ഞാൻ മനസ്സുകൊണ്ടെങ്കിലും ചില സമയത്ത് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹമൊക്കെ നമ്മളന്ന് ഇങ്ങനെ ഗാനമേളയും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് അന്നേ പുള്ളി എനിക്കറിയാം ഈ അഭിലാഷേട്ടനെ സ്റ്റിക്കറൊക്കെ അടിച്ച് ഇവരുടെ തന്നെ സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടേ നമ്മളിപ്പോൾ കോട്ടയം സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ കോട്ടയം സ്റ്റാൻഡിന്റെ ബാത്റൂമിൽ ഈ സാധനം സ്റ്റിക്കർ ഉണ്ടാവും, അഭിലാഷ് അട്ടായത്തിന്റെ പ്രോഗ്രാം. അതുപോലെ പല സ്ഥലം എവിടെ ചെന്നാലും അഭിലാഷ് അട്ടായം. അന്ന് തൊട്ടേ ഈ അഭിലാഷ് അട്ടായത്തിന്റെ കഥകൾ. എന്നെ ഒരു പരിപാടിക്ക് വിളിക്കുക ഒരാള്, ഒരു അമ്പലത്തിലെ, നമസ്കാരം അഭിലാഷല്ലേ, അതെ ഒരു പ്രോഗ്രാം ഉണ്ട് ഇന്ന ക്ഷേത്രത്തിലാ, ഞങ്ങൾക്കൊരു ഇന്ന പൈസ തരാനുള്ളൂ. ചേട്ടൻ ആരെ എവിടെ നിന്ന് എന്റെ നമ്പർ എവിടെ നിന്ന്? എടാ ഞാനത് മൂത്രം ഒഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചു. അപ്പൊ അന്നൊക്കെ അങ്ങനെയാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ സത്യമാണ്, അതേപോലെ എന്ന് പറയാം. അങ്ങനെ ആ പ്രോഗ്രാം ഞങ്ങൾ പോയി ചെയ്തു. പക്ഷെ പുള്ളി എന്ന് പറഞ്ഞ സാറക്കാരുണ്ട് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു. അത് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ പരസ്യം സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവര് പറഞ്ഞു എന്നത് അളിയാ ഇതൊക്കെ കൊണ്ട് ഒട്ടിക്കേണ്ട ഹോട്ടലിൽ കൈ കഴുകുന്ന സ്ഥലത്ത് ബാത്റൂമില് ആ 10 മിനിറ്റെങ്കിലും ആൾക്കാര് നോക്കണെങ്കിൽ അവിടെ പോകുമ്പോഴേ നോക്കുള്ളൂ എന്നല്ലേ. പിന്നെ ബസ്സിന്റെ 2 സൈഡില് ഇങ്ങനെ അപ്പൊ നമ്മൾ ഇവരുടെയൊക്കെ ഇപ്പൊ ഇവരുടെ വീഡിയോസ് പെരേരയുടെയും അല്ലെങ്കിൽ അഭിലാഷിന്റെ ഒക്കെ വീഡിയോ വരുമ്പോ ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ. അയാളൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഈ കലയായിട്ടേ ഇങ്ങനെ നടന്നിട്ടേ ഇപ്പൊ അങ്ങനെ ഒരു നമ്മളത് കാണുമ്പോ എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ തെറി കമന്റുകളും പല അവഹേളിക്കുന്ന കമന്റുകളും കാണുമ്പോ അതുണ്ടാവും സ്വാഭാവികം. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക എത്രയോ വർഷം മുന്നേ അയാൾ അങ്ങനെ വന്നിട്ടാണ് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത്.